ഹലോ നമസ്കാരം അഞ്ജുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ട്രാവൽ ഡയറിയിലൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കടലിൻ്റെയും കാറ്റിൻ്റെയും നിറമില്ലാത്ത സംഗീതാനുഭൂതി പകർന്നുകൊണ്ടുള്ള അത്ഭുത ഭൂമിയിലേക്കുള്ള ഒരു യാത്രയാണ്. എവിടേക്കാണെന്നല്ലേ? അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഒക്കെ കൂടിച്ചേരുന്ന ഒരു അപൂർവ സ്ഥലമുണ്ട്. കടലും ആകാശവും ഒരു നിഴലായി നിൽക്കുന്ന തെക്കേയറ്റത്തെ കന്യാകുമാരി. സൂര്യോദയം സ്വർണ്ണ നിറത്തിൽ തീരം മൂടുന്ന പോലെ തന്നെ സൂര്യാസ്തമയം ചുവന്ന പെയിന്റിങ് പോലെ ആകാശം നിറയ്ക്കുമ്പോഴും ഇവിടെ സമയം നിശബ്ദമാകുന്ന ഒരു ഫീലാണ് ഏതൊരു യാത്രികനും സമ്മാനിക്കുന്നത്. സൂര്യോദയം ആയാലും അത് സൂര്യാസ്തമയായാലും ഒരുപോലെ മനോഹരമായി കാണാൻ കഴിയുന്ന മനോഹരമായൊരു തീരം. പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ട കന്യാകുമാരിക്ക് പുറമെ മനോഹര ചരിത്ര പ്രാധാന്യമുള്ള ആത്മീയതയുടെ മുഖമുദ്രയായ ചില ഇടങ്ങൾ കൂടി ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകേണ്ടതായിട്ടും ഉണ്ട്. എന്നാൽ അത് നമുക്കൊരു യാത്ര സമ്പന്നത തന്നെയാണ് അനുഭവിക്കാൻ കഴിയുന്നത്. കന്യാകുമാരി എത്തിയാൽ സമയം കളയാതെ ഈ പറഞ്ഞ മെയിനായിട്ട് കാണേണ്ട ഒരിടമുണ്ട്. അതാണ് വിവേകാനന്ദ റോക്ക്. ആത്മീയ സാന്നിധ്യം അനുഭവിക്കാൻ ഏറ്റവും അടുത്ത് എത്തിച്ചേരാവുന്ന മറ്റൊരു മനോഹരമായ പ്രദേശം ഇവിടെ അടുത്തൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തിരുവള്ളുവരുടെ പ്രതിമ തന്നെയാണ്. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ആ വലിയ പ്രതിമയും അതുപോലെ തന്നെ ആ പ്രതിമയുടെ മഹത്വവും ഒക്കെ ആ ഒരു പ്രദേശത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മളൊരു ബോട്ടിലായിരിക്കുമല്ലോ യാത്ര. ആ സമയത്ത് തിരമാലയുടെ താളത്തിൽ കഥകൾ പറയുന്ന മനോഹരമായ തീരത്തെ ഒന്നുകൂടി അടുത്തറിയാൻ നമുക്കൊരു അവസരം കിട്ടുകയാണ്. ഓരോ യാത്രികൻ്റെയും മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു ഓർമ്മയെ നിലനിൽക്കും ഈ ഒരു കന്യാകുമാരി ട്രിപ്പ് എന്നതിൽ തർക്കമേ ഇല്ല. കടലിൻ്റെ ആരവവും പാറകളുടെ രൗദ്ര സൗന്ദര്യവും നേർക്കാഴ്ചയായിട്ട് അനുഭവിക്കാവുന്ന കന്യാകുമാരിയിലെ അടുത്തൊരു മെയിൻ സ്പോട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ്. സന്ദർശകരുടെ ഹൃദയം കീഴടക്കുന്ന അതുല്യ ആകർഷണം തന്നെയാണിതെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നമ്മുടെ ഈ പാദത്തിന് കീഴിലൂടെ ഈ പാറകളും തിരമാലകളും ഒക്കെ തെളിഞ്ഞു കാണുന്ന ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ. ഒരു റൊമാൻറ്റിഫിക്കേഷനൊക്കെ ആണെന്ന് തന്നെ പറയാം. എന്തൊരു കാറ്റാണെന്നോ ഈ പ്രദേശം. ശരിക്കും നമ്മൾ ഒരു മാറ്റൊക്കെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറേ സമയം വെറുതെ ഇരുന്നാൽ തന്നെ എന്തോ ഒരു ആത്മീയ അനുഭവമാണ്. ഒരു ധ്യാനത്തിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീല്. അവിടെ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഭംഗിയായിട്ടാണ് ഓരോ സ്ഥലങ്ങളും അവർ ടേക്ക് കെയർ ചെയ്തേക്കുന്നത്. നമുക്ക് ആ സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വരാനായിട്ട് പോലും തോന്നില്ല, അത്രയും ഭംഗിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. പലരും മറ്റ് പല ഫോറിൻ കൺട്രീസിലും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത പിക്ചേഴ്സൊക്കെ കാണുന്ന സമയത്ത് അതും നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം ഉള്ളത് നമുക്ക് ഭയങ്കര അഭിമാനവും അതുപോലെ തന്നെ ഒരു